അസ്സലാമു അലൈക്കും. ABFിൽ നിന്നും സക്കീറാണ്, അബുദാബി മുസഫിൽ നിന്ന് കേട്ടോ. ഇത് നമ്മളെ സ്ലിംഗ് ഷോട്ട്. ഇത് കുറേ ചങ്കുകൾ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഓർഡർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഫിറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, ഇതെങ്ങനെയെല്ലാം ഫിറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് സാധനം ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഹെഡാണിത്. ഈ ഒരു ഭാഗം, ഈ ഒരു ഹെഡ്, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇത് ലൈന് ഇട്ടിട്ട് വെക്കാനുള്ളതാണ്. ഈ ഒരു പോയിന്റ് താഴത്തേക്ക് ആക്കി വെക്കുക. ഇതല്ലേ, ഈ അപ്പോൾ ആ ഒരു പോയിന്റ് താഴത്തോട്ടാക്കി വെക്കുക. ഈ ഒരു ലെവലിൽ വെക്കുക. ഇതുണ്ടോ, കറക്റ്റാണ്ട് പ്രസ് ചെയ്താൽ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് ലേശം ഒന്ന് പൊക്കി കൊടുത്താൽ ഇതുണ്ടോ, ഇതിലൊരു ഹോള് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ഈ ഹോളിൽ കറക്റ്റാക്കിയിട്ട്, കയ്യിൽ നിന്ന് വീണ്, ഹോളിന് കറക്റ്റാക്കിയിട്ട് ഇതുണ്ടോ, ഇത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കമ്പി ഉണ്ട്. ഇതുണ്ടോ, ഇത് നമ്മളെ ലോഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. ഇത് വലിച്ച് പിടിച്ചിട്ട് രണ്ട് ഭാഗത്തും കൊണ്ട് കുടുക്കി കൊടുക്കുക. കാണിച്ചു തരാം. കമ്പി ഒന്നുകൊണ്ട് വൈഡാക്കി പിടിച്ചിട്ട് ഇതുണ്ടല്ലേ, അതിന് രണ്ട് സൈഡിലുണ്ട് വലിച്ച് കുടിക്കിയാൽ ഈ ഹെഡ് ഭാഗം ഇവിടെ ഫിറ്റായി. ഇനി അടുത്തത് കാണിച്ചു തരാം. പിന്നെ അടുത്തത് അതിൻ്റെ ഹാൻഡിലാണ്. ഹാൻഡിൽ ഇതാ ഇതേപോലെ കണ്ട അതിൻ്റെ സെറ്റാക്കുക. ഇതുണ്ടല്ലേ, ഇതേപോലത്തെ ഒരു ഉള്ളിലേക്ക് ഹോളുള്ള ഒരു സ്ക്രൂ അതിൽ വരുന്നുണ്ട്. അതൊരു ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു സ്ക്രൂ വരുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ കറക്റ്റ് അല്ലെങ്കിൽ പിടിച്ചിട്ട് തിരിച്ച് ടൈറ്റാക്കാം. ഓക്കെ, അപ്പം ഇനി അടുത്ത ഭാഗം ഇതേപോലത്തെ രണ്ട് ഹോൾഡർ ഉണ്ട്. ഇതേപോലത്തെ ഇത് നമുക്ക് ഇതിൻ്റെ മെഷീന് ഗണ്ണിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. ഇതുണ്ടല്ലേ, ഇത് ഈ മെഷീൻ്റെ അടിയിൽ ഈ ഹോളുണ്ടല്ലോ, ഈ ഹോളിൽ ഇതേപോലെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്ക്രൂണ്ട്, ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഞെട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ കൂടെ ഞെട്ട് വരുന്നുണ്ട്. ആ ഞെട്ട് ഈ ഓപ്പോസിറ്റ് കറക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഭാഗത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ. അതിന് ശേഷം മെഷീൻ അവിടെ ഫിറ്റ് ചെയ്ത്, ഇത് അടുത്തത് ഈ ഒരു സാധനമാണ്. ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മക്കളെ, ഇത് കണ്ടില്ലേ, മെഷീന് നമ്മൾ അതിൻ്റെ അടിയിൽ ആ ലോക്ക് ഇട്ടിട്ട് ഫിറ്റ് ചെയ്തിട്ടോ. ഇതിങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റുന്ന സാധനം കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇതുണ്ടോ, ഇതിപ്പോൾ ലോക്കായി. ഇത് സൈസ് കൂട്ടി ഇനി പ്രസ് ചെയ്തിട്ട് നമുക്ക് താത്തി വെക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതാ അടുത്തത് നമ്മൾ ഇതിൻ്റെ റബ്ബറാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. റബ്ബർ കൊടുക്കാനൊക്കെ സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിൽ എന്നിട്ട് വലിച്ചിട്ട് രണ്ട് ഭാഗത്ത് അടിയിൽ മേലെയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാം. ഇതുണ്ടോ, ഇത് വലിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, കുടുങ്ങി. അതേപോലെ രണ്ട് സൈഡിലും കൊടുക്കുക. ഇതുണ്ടോ, ഇപ്പോൾ ഒരു സൈഡിൽ ലോക്കായി. അതേപോലെ അതിൻ്റെ താഴത്തും അങ്ങനെ രണ്ട് സൈഡിലും ഈ റബ്ബർ കുടുക്കി കൊടുക്കുക. ഇതോടില്ലേ, ഇപ്പോൾ രണ്ട് സൈഡിലും റബ്ബർ കുടുക്കി. ഇതുണ്ടോ, അപ്പോൾ റബ്ബർ ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ലൈസർ ഫിറ്റ് ചെയ്യണം. ലൈസർ ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ഹോൾഡർ ഉണ്ട്. ഹോൾഡർ ഈ ഭാഗത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ലൈസർ വെച്ച് ടൈറ്റ് ചെയ്യുക. കാണിച്ചു തരാം. ആദ്യം ബാറ്ററി ഇടാൻ നമ്മൾ ലൈസറിൽ. ബാറ്ററി ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ, ഈ മൈനസ് ഭാഗം ഇതിൻ്റെ ഈ ഹെഡ്, അതിൻ്റെ ഹെഡ് വരുന്നിടത്തേക്ക്, അതായത് പോസിറ്റീവ് ബാക്കിലേക്ക് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്ലൈ ലൈറ്റ്
ലൈസർ ഓണായി കിട്ടുള്ളൂ കേട്ടോ. ഒരാൾ കൊണ്ടുപോയിട്ട് തിരിച്ചിട്ടിട്ട് ലൈസർ കത്തണില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിന് ഒഴിവായി കിട്ടും. ഇതുണ്ടല്ലേ. അപ്പോൾ ലൈസർ ഓക്കെ. ഇനി ലൈസർ പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 2 ഇതുണ്ടല്ലോ, ഇത് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടല്ലേ, ഈ എല്ലാം ഇട്ടിട്ട് തിരിച്ചു കൊടുത്താൽ അതിൻ്റെ പോയിന്റ് കറക്റ്റ് ആക്കാൻ പറ്റും. അതിനുള്ളതാണ് ഈ 2 ഹെഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ഗണ്ണിൽ എങ്ങനെ ലൈസർ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അതുണ്ടല്ലേ, ഈ ചാനൽ കറക്റ്റാക്കിയിട്ട് ഇതുണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഇവിടെ ലൂസാക്കിയാൽ ഇത് നമുക്ക് കയറും. ഇതിപ്പോൾ ടൈറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഈ എല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഈ ഞെട്ടുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്നിട്ട് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്ക് ഇത് ഗണ്ണിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇതുണ്ടോ, ഒന്നിട്ട് ലൂസാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ കയറി നിൽക്കും. ഇതുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, ഈ ലൈസർ അതിനോടൊപ്പം വെച്ച് കൊടുക്കുക. ഓക്കെ. എന്നതിന് ശേഷം നമ്മളെ ആ ഞെട്ടുണ്ടല്ലോ അത് ഫുൾ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നല്ല സീറ്റിങ്ങിൽ നമ്മളെ ലൈസർ അവിടെ നിന്നോളും. ഓക്കെ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ തലപ്പത്തിനായിരിക്കും. കുറച്ചൊന്ന് മെനക്കെടാണ്ട്. നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്താണ്. ഇപ്പം തന്നെ 6-7 മിനിറ്റിൻ്റെ അടുത്തായി. അപ്പോൾ ഇത് ലൈസർ വാങ്ങണമെന്ന് നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കാണണം. ഓക്കെ. അപ്പം നമ്മളെ ലൈസർ റെഡി. ഇനി അടുത്ത് നോക്കാം. അപ്പം നല്ല ടൈറ്റ് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസായി പോവും. ഇപ്പം നമ്മളെ ഗണ്ണ് കംപ്ലീറ്റ് റെഡിയായി. ഇതുണ്ടല്ലേ. ഈ നൂല് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹോളിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആരോ കെട്ടി കൊടുക്കുക. ആരോൻ്റെ തലപ്പത്ത് അതിൻ്റെ ഒരു നമ്മളെ ആ ഒരു ഷാർപ്പുണ്ടല്ലോ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഡയറക്റ്റ് നമ്മൾ കെട്ടുക എന്നല്ലേ, ഡയറക്റ്റ് കെട്ടിട്ട് ഈ ചാലിലൂടെ കറക്റ്റാക്കിയാണ് ഇട്ട് കൊടുത്താൽ ഇതുണ്ടോ ഇവിടെ വന്നിട്ട് നിൽക്കും. എന്നിട്ട് ഒന്നുണ്ട് ഇവിടെ ലോക്കുണ്ട്. ഇത് സേഫ്റ്റി ലോക്കാണ്. ഇത് താഴത്തേക്ക് ആക്കിയാലാണ് ഇത് ഓണാവുക. ഒന്നിട്ട് പ്രസ് ചെയ്താൽ കണ്ടാ ബാക്കിലോട്ട് വന്ന് ഇത് ലോക്കായി. ഇനി അടിക്കുന്ന സമയത്ത് റബ്ബർ ലോഡ് ചെയ്തിട്ട് ഒരു കാച്ചിലാണ്ട് കൊടുത്താണ്ടല്ലോ. അപ്പം എല്ലാം ഓക്കെയാണ്. ലൈസറും കാര്യങ്ങളും എല്ലാം ക്ലിയറാണ്. ഓക്കെ. മോനെ. അപ്പോൾ ഒരു 8 മിനിറ്റിന് മുകളിലുണ്ട്. ഇത് കുറച്ച് ലെങ്തി കൂടിപ്പോയി, എന്നാലും വേണ്ടില്ല, ഉപകാരപ്പെടും. ഇത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കുറേ ആൾക്കാർക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഈ വീഡിയോ പേഴ്സണലായിട്ട് അയച്ചു തരും കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും.